അപ്പോൾ ഒരു കോഴിക്കോടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനൊരു 25 ഗ്രാം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു 5-6 മുളക്, പച്ചമുളക്, പിന്നെ ഒരു ഇഞ്ചി, ഇത്രയും എടുത്തിട്ട് നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കണം. വേണമെങ്കിൽ ചതച്ചെടുക്കാം, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നമ്മളൊരു ഏതിലാണോ നമ്മൾ ചിക്കൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി നമ്മൾ ഉണ്ടാക്കിയ അരപ്പ് അതിലിടുക. അതിനുശേഷം നമ്മളൊരു 2 സബോള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 കറിവേപ്പില, അതൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 നോർമൽ സൈസിലുള്ള തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയിലയാണ്. പുതിനയില ഒരു ചെറിയ പിടി പുതിനയില ഇടുക. പിന്നെ ഒരു വലിയ കൈ ഫുള്ള് മല്ലിയില ഇടുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്യണം. അത് കൈ കൊണ്ടൊന്ന് ചതച്ച് ക്രഷ് ചെയ്ത പെരിഞ്ജീരകപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ഒരു വലിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗരം മസാല ഒരു 1.25 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, എല്ലാത്തിനെയും അളവ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വളരെ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഞാനിപ്പോൾ ഒരു വലിയ 2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഉപ്പിട്ട കാരണം അതിലത്തെ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതിലോട്ട് നന്നായി പിടിക്കും. അപ്പോൾ എത്രയും നമുക്ക് നന്നായിട്ട് അത് തിരുമ്പി കൊടുക്കാൻ പറ്റുമോ അത് നന്നായിട്ട് തിരുമ്പി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് തൈര് ഇടുന്നുണ്ട്. ഈ തൈര് അത്ര പുളിയില്ലാത്ത ഒരു നോർമൽ തൈരാണ്, നല്ല പുളിയുള്ള തൈര് ഇടണ്ട. അതുകൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി തിരുമ്പി കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് 1 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഈ ചിക്കൻ ഈ മസാലയിലേക്ക് നല്ലപോലെ ഇട്ടിട്ട് കൈയോട് നന്നായി തിരുമ്പി വയ്ക്കുക. എല്ലാ മസാലയും പിടിക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് തിരുമ്പി വയ്ക്കണം. അതിനുശേഷം നമുക്കത് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. നെക്സ്റ്റ് നമുക്ക് 2 വലിയ സവാള ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. ഇനി നമ്മളെല്ലാം അരി വേവിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് എടുക്കണം. നെയ്യ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ അതിൽ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 6 വലിയ സ്പൂൺ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗരം മസാല, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത് കോരിയ എണ്ണയിലോട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുകയാണ്. ബേ ലീഫ്, അതുപോലെ ഏലക്കായ, 3 കഷ്ണം പട്ട ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രാമ്പു, ഒരു സ്റ്റാർ അനൈസ്, ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഒരു 20 മിനിറ്റ് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് അരി എടുത്ത കാരണം ഒരു 4.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാനതിൽ 4 കപ്പ് വെള്ളവും പിന്നെ 1/2 കപ്പ് പാലുമാണ് എടുക്കുന്നത്. പാല് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തന്നെ ചേർത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൽ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പാലും ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണം. കാരണം ചോറ് കൂടി അതിൽ പിടിക്കേണ്ട കാരണം നമ്മൾ ഉപ്പ് അതിനനുസരിച്ച് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 5-6 മിനിറ്റ് ഇനി ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു 70% നമ്മളുടെ ചോറ് കുക്കായിട്ടുണ്ടാവും, എന്നാൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക, എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ലെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളിയുടെ ഒരു പിടി ആദ്യം ഈ ചിക്കൻ്റെ മുകളിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ലെയർ അരി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലിട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി
സ്പൈസസൊക്കെ നമ്മൾ റൈസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്പൈസസ് എടുത്ത് കളഞ്ഞതിന് ശേഷം ചോറ് ഇതിലോട്ടിടാം, അല്ലെങ്കിൽ സ്പൈസസ് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ടിടാം. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഈ ഉള്ളി വറുത്തതും അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയർ അരി അതിൻ്റെ മേലിട്ട് കൊടുക്കാം. അരി ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മല്ലിയിലയും പിന്നെ ഈ ഉള്ളിയുടെ ബാക്കി വറുത്ത് വെച്ച ഉള്ളിയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നട്ട്സും റൈസിൻസും ഇവിടെ ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമുക്കതിൻ്റെ കൂടെ നട്ട്സും റൈസിൻസും കൂടി ആഡ് ചെയ്യാം. അവസാനം നമ്മൾ നെയ്യിൽ കലക്കി വെച്ച ആ മിക്സ്ചർ കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക. അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ്ലി അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ആയി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം.